നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റ് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഹജ്ജിന് നാളെ തുടക്കമാകും. ഹറമിൽ കനത്ത സുരക്ഷ. കനത്ത ചൂടിലും തീർത്ഥാടക പ്രവാഹം. ഹറമുകളിൽ ലഘുഭക്ഷണം അനുവദിക്കും. നേരിയ പൊടിക്കാറ്റിന് സാധ്യത. സിറിയയിൽ പോരാട്ടം രൂക്ഷം. കുർദ് സൈന്യവും ഫ്രീ സിറിയൻ ആർമിയും ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ ആക്രമണം ശക്തമാക്കി. അമേരിക്കൻ വ്യോമാക്രമണവും രൂക്ഷം. ഹമാ പ്രവിശ്യയിൽ സ്കൂളിന് നേരെ ബോംബാക്രമണം. 10 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു. UAE-യിൽ തൊഴിലാളികൾ ഒളിച്ചോടിയാൽ 10 ദിവസത്തിനുള്ളിൽ വിവരമറിയിക്കണമെന്ന് തൊഴിൽ മന്ത്രാലയം. സ്പോൺസർമാരുടെ കീഴിലല്ലാത്തവരെ ജോലിക്ക് നിയമിക്കരുതെന്നും തൊഴിൽ മന്ത്രാലയം. ഒമാനിലെ സൂർ ഇന്ത്യൻ സ്കൂളിലെ ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചു. രാജി അനാസ്ഥയ്ക്കെതിരെ നടപടിയെടുക്കാനിരിക്കെ. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. ഇഹ്റാമിൽ അഥവാ ഹജ്ജിന്റെ വസ്ത്രം ധരിച്ച് നാളെ പ്രഭാതം മുതൽ തീർത്ഥാടകർ മിനായിൽ തമ്പടിക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 20 ലക്ഷം ഹാജിമാരാണ് ഹജ്ജ് കർമ്മത്തിന് മക്കയിലെത്തിയിട്ടുള്ളത്. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ 5-ാമത്തേതാണ് ഹജ്ജ്. ഹിജ്റ മാസം ദുൽഹജ്ജ് 8-നാണ് ഹജ്ജിന്റെ ചടങ്ങുകൾ ആരംഭിക്കുക. 13-ന് അവസാനിക്കുകയും ചെയ്യും. ദുൽഹജ്ജ് 9-ലെ അറഫ സംഗമമാണ് ഹജ്ജിലെ പ്രധാന ചടങ്ങ്. നാളെ ദുൽഹജ്ജ് 8-ന് മധ്യാഹ്ന നമസ്കാരത്തിന് മുൻപായി ഹാജിമാർ തമ്പുകളുടെ നഗരമായ മിനായിലേക്ക് പുറപ്പെടും. അവിടെ താമസിക്കുന്ന ഹാജിമാർ പിറ്റേ ദിവസം സൂര്യോദയത്തിനു ശേഷം അറഫയിലേക്ക് നീങ്ങും. പ്രാർത്ഥനകളും ദേവസ്മരണകളുമായി അറഫയിൽ ഒരു പകൽ. സൂര്യാസ്തമയത്തിനു ശേഷം അവർ മുസ്തലിഫയിലേക്ക് പോകും. അന്ന് മുസ്തലിഫയിൽ താമസിക്കുന്ന ഹാജിമാർ 3-ാം ദിവസം ദുൽഹജ്ജ് 10-ന് സൂര്യോദയത്തിനു ശേഷം മിനായിലേക്ക് മടങ്ങും. ജംറത്തുൽ അക്ബയിലെ കല്ലേറ് നടത്തിയ ശേഷം ഹാജിമാർ ബലികർമ്മം നിർവഹിച്ച് മുടി മുറിക്കും. മസ്ജിദുൽ ഹറാമിൽ എത്തുന്ന തീർത്ഥാടകർ 7 തവണ കഅബ പ്രദക്ഷിണം അഥവാ തവാഫ് നിർവഹിക്കും. അതിനുശേഷം സഫ മർവ കുന്നുകൾക്കിടയിൽ സഅയ് നിർവഹിച്ച് മിനായിലേക്ക് മടങ്ങും. തുടർന്നുള്ള 3 ദിവസം തമ്പുകളുടെ നഗരത്തിലാണ് ഹാജിമാരുടെ താമസം. 3 ദിവസവും ജംറകളിൽ കല്ലേറ് നടത്തണം. അവസാനം ദുൽഹജ്ജ് 13-ന് വിടവാങ്ങൽ പ്രദക്ഷിണം നിർവഹിച്ച് ഹാജിമാർ മക്കയോട് വിടപറയും. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. കൊടും ചൂട് അവഗണിച്ചാണ് ഹജ്ജ് തീർത്ഥാടനത്തിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ എത്തിയിരിക്കുന്നത്. 36 ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോഴത്തെ താപനില. ഈ വർഷം വിശുദ്ധ ഹജ്ജ് നിർവഹിക്കാനായി 30 ലക്ഷം തീർത്ഥാടകരെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടകം ഏതാണ്ട് 20 ലക്ഷം പേർ ഹജ്ജിനായി സൗദി അറേബ്യയിൽ എത്തിക്കഴിഞ്ഞു. 36 ഡിഗ്രി സെൽഷ്യസാണ് ഇപ്പോഴത്തെ ചൂട്. ചൂടിൽ തളർന്ന് പള്ളികളുടെ മിനാരങ്ങളുടെ തണലിൽ വിശ്രമിച്ച് ഏറെ ബുദ്ധിമുട്ടിയാണ് തീർത്ഥാടകർ യാത്ര ചെയ്യുന്നത്. ഹജ്ജിനായുള്ള വിദേശ തീർത്ഥാടകരുടെ വരവ് ഇന്നലെ അവസാനിച്ചു. മുംബൈയിൽ നിന്നുള്ള അവസാന വിമാനവും ഇന്നലെ ജിദ്ദയിലെത്തി. വെള്ളപ്പൊക്കം കാരണം കശ്മീരിൽ നിന്നുള്ള 14 പേരുടെ യാത്ര റദ്ദാക്കിയിരുന്നു. ഓഗസ്റ്റ് 27 മുതൽ രാജ്യത്തെ 21 വിമാനത്താവളങ്ങളിൽ നിന്നായി 360 വിമാനങ്ങളാണ് ഇത്തവണ ഹാജിമാരുമായി സൗദിയിലെത്തിയത്. കേരളത്തിൽ നിന്നുള്ള മുഴുവൻ തീർത്ഥാടകരും മക്കയിലെത്തി. ഹജ്ജിന് ശേഷം ഒക്ടോബർ 9 മുതൽ തീർത്ഥാടകരുടെ മടക്കയാത്ര ആരംഭിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഹജ്ജ് തീർത്ഥാടകർക്ക് ആശ്വാസമായി പ്രത്യേക ഇളവ്. മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് ലഘുഭക്ഷണം അനുവദിക്കുമെന്ന് ഹറം എൻട്രൻസ് മേധാവി പറഞ്ഞു. ഹജ്ജ് കർമ്മങ്ങൾ നാളെ തുടങ്ങാനിരിക്കെ സൗദിയിൽ സുരക്ഷ കർശനമാക്കി. ജിദ്ദയിൽ നിന്ന് മസ്ജിദുൽ ഹറമിലേക്കുള്ള വഴികളിൽ കർശന പരിശോധനയാണ് നടക്കുന്നത്. പെർമിറ്റ് ഇല്ലാത്ത യാത്രക്കാരെ മക്കയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്ന് സുരക്ഷാ ചുമതലയുള്ള കമാൻഡർ അബ്ദുൽ അസീസ് അൽ ഹമ്മാദ് പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യ സംഗമമായ ഹജ്ജിന് സൗദി പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. രാജ്യമെങ്ങും കനത്ത സുരക്ഷാ സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണ സജ്ജരായിരിക്കാൻ സുരക്ഷാ വിഭാഗങ്ങൾക്ക് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. വാഹന പരിശോധനയും കർശനമാക്കിയിട്ടുണ്ട്. يحمل هذه التصاريح النظامية يمكن من الدخول إلى منطقة العاصمة المقدسة والمشاعر. أما الأشخاص الذين لا يحملون أي تصاريح فيتم التعامل معهم بتسليمهم للجهات المختصة. ഈ വർഷം മുതൽ യാത്രാരേഖകൾ പരിശോധിക്കുന്നതിന് സ്കാനർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പരിശോധന മൂലമുണ്ടാകുന്ന തിരക്കൊഴിവാക്കാൻ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള റോഡിലെ നിരവധി ഭാഗങ്ങളിൽ വാഹനങ്ങൾ പരിശോധിക്കും. تم هذا العام استخدام بعض الأجهزة الذكية اللي منها أجهزة الأيباد التي لاحظتموها أنتم أثناء تصويركم لمسارات مركز الشميسي. 20 ലക്ഷം ഹാജിമാരാണ് ഇത്തവണ ഹജ്ജിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1. ഹജ്ജ് നാളുകളിൽ പുണ്യനഗരികളിൽ നേരിയ പൊടിക്കാറ്റിന് സാധ്യതയുണ്ട്. മക്കയിലും മിന, മുസ്ദലിഫ, അറഫ എന്നീ പുണ്യനഗരികളിലും തെളിഞ്ഞ അന്തരീക്ഷമായിരിക്കുമെങ്കിലും നേരിയ പൊടിക്കാറ്റുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. മിന, മുസ്ദലിഫ, അറഫ എന്നിവിടങ്ങളിൽ 40 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടും. മക്കയിൽ മണിക്കൂറിൽ 6 കിലോമീറ്റർ വേഗതയിൽ കാറ്റുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ജിദ്ദയിൽ 35-ഉം മദീനയിൽ 39 ഡിഗ്രി സെൽഷ്യസുമായിരിക്കും
ഹജ്ജ് നാളുകളിൽ അനുഭവപ്പെടുന്ന ചൂടെന്നും കാലാവസ്ഥാ റിപ്പോർട്ടിൽ പറയുന്നു. ഞങ്ങളുടെ പ്രതിനിധി റബീഹ് മുഹമ്മദ് ചേരുന്നു ജിദ്ദയിൽ നിന്ന്. റബീഹ്, ഹജ്ജിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? അവസാന മണിക്കൂറുകളിൽ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത്? ജിംസ്, ഈ വർഷത്തെ ഹജ്ജിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഹജ്ജിന്റെ പ്രധാന ചടങ്ങുകൾ നടക്കുന്ന മിന, മുസ്ദലിഫ, അറഫ എന്നീ സ്ഥലങ്ങളിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ച് ഹാജിമാരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് മക്കയിലെ അസീസിയയിലാണ്. ഇവിടെയാണ് ഇന്ത്യൻ ഹാജിമാരിൽ ഭൂരിപക്ഷം ആളുകൾ താമസിക്കുന്നത്. ഇവരിപ്പോൾ മിനായിലേക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഹജ്ജിന്റെ വസ്ത്രം ഇഹ്റാമിൽ പ്രവേശിച്ചുകൊണ്ട് മിനായിലേക്ക് ഹാജിമാർ പുറപ്പെട്ടു തുടങ്ങും. അവർക്കുള്ള ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മലയാളി ഹാജിമാരും ഇന്ന് രാത്രി തന്നെ മിനായിലെ ലക്ഷ്യമാക്കിക്കൊണ്ട് നീങ്ങി തുടങ്ങും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെയാണ് മിനായിലേക്ക് പുറപ്പെടേണ്ടതെങ്കിലും തിരക്ക് പരിഗണിച്ചുകൊണ്ട് മിനായിലേക്കുള്ള വഴികളുടെ തിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി പല ഹജ്ജ് മുത്തവീഫുമാരും അവർക്ക് കീഴിലുള്ള ഹാജിമാരെ ഇന്ന് രാത്രി ഇഷാ നമസ്കാരം മുതൽ മിനായിലേക്ക് തുടങ്ങും. അതിപ്പോൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഇന്ന് രാത്രി തന്നെ ഇന്ത്യയിൽ നിന്നുള്ള മുഴുവൻ ഹാജിമാരും മിനായിൽ എത്തിച്ചേരും. പിന്നെ നാളെ വൈകുന്നേരം വരെ മിനായിൽ പ്രത്യേകിച്ച് കർമ്മങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. മറ്റന്നാൾ മുതൽ ആരംഭിക്കുന്ന അറഫ സംഗമത്തിനും അതിനുശേഷമുള്ള ഹജ്ജിന്റെ മറ്റ് കർമ്മങ്ങൾക്കുള്ള തയ്യാറെടുപ്പാണ് നാളത്തെ ഒരു ദിവസം. ആ ഒരു തയ്യാറെടുപ്പായിരിക്കും നാളെ വൈകുന്നേരം വരെ ഹാജിമാർ നടത്തുക. മറ്റന്നാളിലെ അറഫ സംഗമത്തിന് വേണ്ടിയുള്ള പുറപ്പെടലും നാളെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചു തുടങ്ങും. മെട്രോ ട്രെയിൻ വഴിയായിരിക്കും ഹാജിമാർ മിനായിൽ നിന്നും അറഫയിലേക്ക് പോവുക. ഇന്ത്യയിൽ നിന്ന് വന്ന ഹജ്ജ് കമ്മിറ്റി കീഴിൽ വന്ന 1,00,000-ഓളം ഹാജിമാർ മെട്രോ സർവീസ് ഉപയോഗിക്കുമ്പോൾ 36,000-ഓളം വരുന്ന സ്വകാര്യ ഗ്രൂപ്പുകൾ ബസ് വഴിയാണ് അറഫയിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്യുക. മിനായിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇന്ത്യൻ ഹാജിമാർക്ക് ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കി കഴിഞ്ഞു. മിനായിൽ മെട്രോ സ്റ്റേഷൻ അടുത്ത് തന്നെയാണ് ഇന്ത്യൻ ഹാജിമാർക്കുള്ള തമ്പുകൾ തയ്യാറായിരിക്കുന്നത്. ജൗഹറ റോഡിലും അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും ജംറയോട് അടുത്ത കല്ലേറ് നടക്കുന്ന ജംറയോട് അടുത്ത ഭാഗത്താണ് ഇന്ത്യൻ ഹാജിമാർക്കുള്ള തമ്പുകൾ. ഇത്തവണ ഒരുമിച്ച് തന്നെ തമ്പുകൾ ലഭിച്ചത് കൂടുതൽ സൗകര്യപ്രദമായ സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. പ്രയാസങ്ങളൊന്നുമില്ലാതെ തന്നെ ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അജിംസ്, വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി റബീഹ് മുഹമ്മദ് മക്കയിലെ അസീസിയിൽ നിന്ന്. ഹുസൈൻ മടവൂർ ചേരുന്നു, ഇസ്ലാമിക പണ്ഡിതൻ ഇപ്പോൾ മക്കയിൽ നിന്ന്. ഹുസൈൻ മടവൂർ, മതാഫ് ഹറം വികസനത്തിന്റെ ഭാഗമായി ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് അവസാനവട്ടം ഹാജിമാർക്ക് അനുഭവപ്പെടുന്ന സൗകര്യങ്ങൾ? എത്രമാത്രം സൗകര്യപ്രദമാണ് ഇക്കുറി ഹജ്ജ്? ഈ വർഷം ഹജ്ജ് വളരെ എളുപ്പമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നിയന്ത്രണം ഏർപ്പെടുത്തി എന്നതാണ്. റോഡുകളിലൊക്കെ തന്നെ തിരക്ക് ഒഴിവാക്കാനുള്ള ഏർപ്പാടുകൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആവശ്യമായ ഭക്ഷണങ്ങളും വെള്ളവും മറ്റ് സൗകര്യങ്ങളും മിനായിലും അറഫയിലും നേരത്തെ എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും സൗകര്യമായ ഒരു കാര്യം, അറഫയിലും മിനായിലും മുസ്ദലിഫയിലും കൂടുതൽ മെട്രോ ട്രെയിൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥയും ഇത്തവണ വളരെ നല്ലതാണ്. ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഹാജിമാർ മിനയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ആയിരക്കണക്കിന് ബസ്സുകളിൽ ആളുകളെ നേരത്തെ എത്തിക്കുന്നത് മൂലം നാളെ ഉണ്ടാവാൻ പോകുന്ന തിരക്കൊഴിവാക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നേരിട്ട് നോക്കാനും മനസ്സിലാക്കാനുമായി ഹജ്ജ് വകുപ്പ് മന്ത്രിയും മക്ക അമീറുമൊക്കെ മക്കയിൽ തന്നെ ഇപ്പോൾ ഈ കാര്യങ്ങൾ ഓരോ വിഭാഗം ഉദ്യോഗസ്ഥന്മാരെയും മീറ്റിംഗ് വിളിച്ചുകൊണ്ട് ഏർപ്പാട് ചെയ്യുകയും അന്നേരം തന്നെ പത്രങ്ങളിലും മറ്റ് വാർത്താ മാധ്യമങ്ങളിലൂടെയും വിവരങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഡോക്ടർ ഹുസൈൻ മടവൂർ, ഈ അവസാന മണിക്കൂറുകളിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ഈ ഹാജിമാർ ശ്രദ്ധ ചെലുത്തേണ്ടത്? ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ നാളെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത് നാളെ കാലത്ത് മുതലാണ് ആരംഭിക്കുന്നതെങ്കിലും ഇപ്പോൾ തന്നെ മിനായിലേക്ക് ആളുകൾ പുറപ്പെടുകയാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യകാര്യമാണ്. രോഗികളായിട്ടുള്ള ഹാജിമാർ അവർ വളരെ വിശ്രമിക്കുകയും ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വെയിൽ കൊള്ളാതിരിക്കുകയും ഒക്കെ ചെയ്യണമെന്നത് ഹജ്ജ് മന്ത്രാലയം തന്നെ ആരോഗ്യവകുപ്പുമായി ചേർന്നിട്ടുള്ള പ്രസ്താവനകളും പബ്ലിക്കേഷനുകളിലും ഒക്കെയായി ഇവിടെ അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹാജിമാർക്ക് വഴിതെറ്റിപ്പോവാതിരിക്കാൻ അവരുടെ ബാഡ്ജുകളും അവരുടെ ശരീരത്തിൽ അണിയാൻ നൽകിയിട്ടുള്ള ചില വളകളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോരുത്തരും അവരുടെ ടെന്റുകൾ എവിടെയായിരിക്കും എന്നത് അവർക്ക് നമ്പറും ഫോൺ നമ്പറും അതിന്റെ എല്ലാ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. ഇതൊക്കെ എടുക്കാതെയും നോക്കാതെയും ഇറങ്ങി പുറപ്പെട്ടാൽ വഴിതെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. വഴിതെറ്റിയാൽ വലിയ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. ആവശ്യത്തിനുള്ള ഭക്ഷണവും ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളും മാത്രമായാണ് പോകേണ്ടത്.
അതായത് പാകം ചെയ്യേണ്ടതില്ലാത്ത വിധമുള്ള ഭക്ഷ്യവസ്തുക്കൾ 2-3 ദിവസത്തിനുള്ളിൽ കൂടെ കരുതാൻ വേണ്ടി എല്ലാ ഹജ്ജ് മുത്തവഫുമാരും അവരുടെ കീഴിൽ വന്നിട്ടുള്ള ഹാജിമാരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ ഹുസൈൻ മടവൂർ, മുസ്ലിം ലോകം രാഷ്ട്രീയമായി ഏറെ കലുഷിതമായ ഒരു കാലഘട്ടത്തിലാണ് ഇക്കുറി ഹജ്ജ് നടക്കുന്നത്. രാഷ്ട്രീയമായ അഭിപ്രായ പ്രകടനങ്ങൾക്കുള്ള വേദിയാക്കി ഹജ്ജിനെ മാറ്റരുതെന്ന് ഹറം ഇമാം മുന്നറിയിപ്പ് നൽകിയിരുന്നു. സൗദി ഭരണകൂടത്തിൻ്റെയും നിലപാട് അതുതന്നെയാണ്. ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നടക്കാൻ സാധ്യതയുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഹാജിമാർ എത്രമാത്രം ശ്രദ്ധ വച്ച് പുലർത്തണം? ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഹജ്ജ് ഒരു ആരാധന എന്ന നിലയിൽ രാഷ്ട്രീയമായും മറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഹാജിമാർ ഇവിടെ ഹജ്ജിൽ പങ്കെടുക്കുന്നത്. അതിനൊരു കാരണം ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാർ മറ്റു പ്രദേശങ്ങളെക്കാൾ ഏറെ ധാരാളമായി ഹജ്ജിനെ പറ്റിയുള്ള ക്ലാസുകളും ബോധവൽക്കരണങ്ങളും ഒക്കെ ലഭിച്ച ശേഷമാണ് വരുന്നത്. നേരത്തെ ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നത് കൂടുതലും ഇറാനിൽ നിന്ന് വരുന്ന ഹാജിമാരുമായി ബന്ധപ്പെട്ടായിരുന്നു. അവർ പെട്ടെന്ന് ഒരുമിച്ച് കൂടുകയും പ്രകടനമായി രൂപപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവുകയും ഗവൺമെന്റിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് തന്നെ ഇവിടുത്തെ പത്രത്തിലുണ്ട്, ഈജിപ്തിൽ നിന്ന് വന്ന ഒരു ഹാജി കാബ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ ഭരണാധികാരികൾക്കും അറബ് ലോകത്തെ ഭരണാധികാരികൾക്കുമെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഒച്ചയിടുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈജിപ്ഷ്യൻ ഗവൺമെന്റ് തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റി എന്ന് പത്രത്തിലുണ്ട്. ഇവിടെ മൊത്തത്തിൽ അറബ് ലോകം കലുഷിതമാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്, യുദ്ധങ്ങളുണ്ട്, ആഭ്യന്തര കലാപങ്ങളുണ്ട്. അതൊക്കെ അതിന്റെ വഴിക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളായതുകൊണ്ടും ലക്ഷക്കണക്കിന് 10-25 ലക്ഷത്തിലധികം ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടും ഈ ഹജ്ജ് വേളയിൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്ന ഹറം ഇമാമിന്റെയും ഇവിടുത്തെ മുഫ്തിയുടെയും ഭരണകൂടത്തിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ പാലിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ വമ്പിച്ച പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ്. വളരെയധികം നന്ദി ഡോക്ടർ ഹുസൈൻ മടവൂർ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. സിറിയയിൽ അമേരിക്ക വ്യോമാക്രമണം ശക്തമാക്കി. ഇന്ന് 5 തവണ വ്യോമാക്രമണം നടന്നു. അലൈൻ അറബ് പ്രവിശ്യയിലും വ്യോമാക്രമണം വ്യാപിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇതിനിടെ തുർക്കിയും IS-നെതിരെ ആക്രമണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സിറിയയിലും ഇറാഖിലും IS-നെതിരെ ആക്രമണം നടത്താൻ തുർക്കി പാർലമെന്റിന്റെ അനുമതി നേടി. ഇറാഖിലും IS-നെതിരെ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം തുടരുകയാണ്. ഇന്നലെ ബഗ്ദാദിലുണ്ടായ കാർ ബോംബ് സ്ഫോടനത്തിൽ 13 പേർ കൊല്ലപ്പെടുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സിറിയയിലെ ഹമ പ്രവിശ്യയിൽ ഇരട്ട സ്ഫോടനത്തിൽ 10 കുട്ടികൾ ഉൾപ്പെടെ 22 പേർ കൊല്ലപ്പെട്ടു. സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്കൂളിന് പുറത്താണ് സ്ഫോടനം നടന്നത്. ഇക്രീമ അൽ മഖ്സൂമി പ്രൈമറി സ്കൂളിനടുത്താണ് ആക്രമണം നടന്നത്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ സർക്കാർ അനുകൂല ചാനൽ പുറത്തുവിട്ടു. സ്ഫോടനത്തിൽ 56 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നേരെ തീവ്രവാദ ആക്രമണമാണ് നടന്നതെന്ന് ഹോംസ് ഗവർണർ തലാൽ ബറാസി പറഞ്ഞു. സ്ഫോടനത്തിന് ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. സിറിയൻ വിമതരുടെ നിയന്ത്രണത്തിലുള്ള അലപ്പോ നഗരത്തിലെ സ്കൂൾ കെട്ടിടത്തിനടുത്ത് അസദ് അനുകൂല സൈന്യം കഴിഞ്ഞ ദിവസം ബോംബ് വർഷിച്ചിരുന്നു. ആ ആക്രമണത്തിൽ 10 കുട്ടികൾ ഉൾപ്പെടെ 19 പേർ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. യുദ്ധഭീതിക്കിടയിലും സിറിയയിലെ കുടുംബങ്ങൾക്ക് ആശ്വാസം എത്തിക്കുകയാണ് നിൻഹ എന്ന സംഘടന. സിറിയയിൽ നിരവധി സംഘടനകൾ പല വിധത്തിലുള്ള സഹായം എത്തിക്കുന്നുണ്ടെങ്കിലും നിൻഹയ്ക്ക് മറ്റൊരു ലക്ഷ്യമാണുള്ളത്. മറ്റു രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യാത്ത നിരവധി യുവാക്കളുണ്ട്. ദമാസ്കസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയാണ് നിൻഹ. സിറിയയിൽ സ്കൂളിൽ പോകാൻ കഴിയാത്ത പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ സൗകര്യമൊരുക്കുകയാണ് ഈ സംഘടന. കലാവസ്തുക്കളുടെ പ്രദർശനവും സംഗീത പരിപാടിയും സംഘടിപ്പിച്ചാണ് ഇവർ സഹായത്തിനായി പണം കണ്ടെത്തുന്നത്. കുട്ടികൾക്ക് പഠന സാമഗ്രികൾ എത്തിച്ചു കൊടുക്കാനും തകർന്ന സ്കൂൾ കെട്ടിടങ്ങളുടെ കേടുപാട് തീർക്കാനുമൊക്കെയാണ് ഇങ്ങനെ സമാഹരിക്കുന്ന പണം ഉപയോഗിക്കുന്നത്. ദിനംപ്രതി 200ഓളം പേരാണ് സിറിയയിൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. ആക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് സ്കൂളുകളാണ് സിറിയയിൽ അടച്ചിട്ടിട്ടുള്ളത്. അവയിൽ മിക്കതും ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുകയാണ്. عم تشتغل العالم على المساعدات الإنسانية، عم تشتغل على إعادة الأعمار، عم تشتغل على هيدي القصص. هلا نحن حبينا إنه كجمعية ثقافية إنه على بناء الإنسان، إنه استمرارية الحياة. يعني സിറിയയിൽ 30 ലക്ഷം കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതായാണ് യൂണിസെഫിന്റെ കണക്ക്. 10 ലക്ഷം കുട്ടികൾ സ്കൂളിൽ നിന്ന് പുറത്തുപോക്കിന്റെ വക്കിലാണ്. സിറിയയിൽ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നുള്ള പലായനം